ഹായ് ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. വീക്കെൻഡ് ആയതുകൊണ്ട് പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ട് ഇരിക്കുവാണ്. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ മൈ ഡിയർ ഫ്രണ്ട്സ്. സൺഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റ് ആയിട്ട് പോവാണ് ഗൈസ്. ഈ സൺഗ്ലാസിന്റെ നമ്മൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പുറത്തേക്ക് കറങ്ങാൻ വേണ്ടി പോവാണ്. ടുഡേ ഫ്രണ്ട്ഷിപ്പ് ഡേ സ്പെഷ്യൽ ഔട്ടിംഗ് ആണ്. ഇതിങ്ങനെ എനിക്ക് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഇവരുടെ കൂടെ നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും കൂടി തന്നെ ഉള്ള കുറേ വീഡിയോസ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഒന്നും ഇതറിഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് 3 വീക്സ് ആയി കാണും ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഡേ സ്പെഷ്യൽ ആയിട്ട് നമുക്കിവിടെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സുമായിട്ടൊന്ന് എന്താ പറയാ ഗെറ്റ് ടുഗെദർ പോലെ ചെയ്യാം. എക്സാക്ട്ലി ഒരു സൺഡേ തന്നെ വന്നല്ലേ. എന്താ ന്യൂ വ്ളോഗർ ഉണ്ടാവും. കാര്യമായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അൽസൊറ നാച്ചുറൽ റിസർവ് അജ്മാനിലുള്ള അൽസൊറയിൽ വന്നതാണ്. അവിടെ ചെറിയ രീതിയിൽ ബോട്ട് റൈഡുണ്ട്, ഈ മാംഗ്രോവിൽ കൂടിയുള്ളത്. അതുപോലെ തന്നെ കാർട്ടിംഗ് ഉണ്ട്. പിന്നെ ഒരു സൂ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ സൂ അവിടെ നിന്ന് മാറ്റിയെന്ന് പറഞ്ഞു. അബിയും ഗൂഗിളും മക്കളോടെ അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നടക്കണമായിരുന്നു. ആളും ബഹളവും ഒന്നും ഇല്ലാത്ത വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല രസമുണ്ട് കാണാൻ. നമ്മളൊരു ഈവനിങ് ടൈം ആയിരുന്നു പോയത്. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പം പോയി നോക്കിയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നുള്ളത് പറയാം. അതിലല്ലേ കുറച്ചൊക്കെ ആളുകളൊക്കെ ഉണ്ട്. അവിടെ കാണുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് മേടിക്കുക, ചെറിയ റൗണ്ട് കറക്കാം, അത്ര തന്നെ. ഇവിടെ ടിക്കറ്റ് പെർ പേഴ്സൺ 5 dirhams ഉള്ളൂ. കുറച്ച് ആളുകളായി കഴിയുമ്പോഴാണ് അവർ ബോട്ട് എടുക്കുന്നത്. യോഗി ഇല്ലയോ? യോഗി വിളിച്ചപ്പോ അനക്കെ യോഗി സൈഡിലോട്ട് വന്നോളാം. നമുക്ക് ഒരു മൊബൈൽ എടുക്കാം, ഇതിലൂടെ കഴിയട്ടെ. എന്തോ ഒരു വിഷമമാണ്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റിയൊരു സ്പേസാണ്. നമ്മൾ ഈ ആഷിലും അതുപോലെ തന്നെ നമ്മൾ ഈ അല്ലാത്ത ബോട്ട് റൈഡിനൊക്കെ ഒരുപാട് റഷിലെടുത്ത് പോകുന്ന ഒരു വൈബേ അല്ല ഇത്. നെക്സ്റ്റ് നമ്മൾ എങ്ങോട്ടേക്ക് പോവാം, നിയർ ബൈ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അടുത്ത് തന്നെ ബീച്ചുണ്ട്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തു ബീച്ചിൽ പോയാലോ എന്ന്. കുഞ്ഞു പിള്ളേരുടെ മുഖമൊക്കെ നല്ല ചുമന്ന് തുടുത്തിട്ട് ബ്ലഷ് ഇട്ട പോലെ ആയിട്ടിരിക്കുകയാണ്. 1 2 3 4 ഇങ്ങനെ നിന്നാണ് വെള്ളം ഇവിടെ വരണം. താഴെ താഴെ ഈ ബീച്ചിൻ്റെ അവിടെ വന്നപ്പോൾ ശരിക്കും എനിക്ക് ശംഖുമുഖം, നമ്മുടെ ട്രിവാൻഡ്രത്ത് ശംഖുമുഖം ബീച്ചിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ കുഞ്ഞായിരുന്ന സമയത്ത് ഇവരുടെയൊക്കെ ഈ പ്രായത്തിലൊക്കെ നമ്മളിപ്പം എയർപോർട്ടിലൊക്കെ പോകുമ്പോഴാണ് ഈ ശംഖുമുഖം ബീച്ചിൽ ഇറങ്ങാറുണ്ട്. ആ പഴയ കാലത്തിലേക്കൊക്കെ പോയപ്പോൾ നമ്മളും അവരുടെ കൂടെ നിന്ന് ചെറുപ്പമായ പോലെ ഫീൽ ചെയ്യും. നല്ല സന്തോഷമായിരുന്നു എല്ലാവരുടെ കൂടെ സ്പെൻഡ് ചെയ്തപ്പോൾ.
പക്ഷേ വിശപ്പും കൂടെ വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ലൊക്കേഷൻ നോക്കിയപ്പം നമുക്ക് അടുത്തുള്ള റെസ്റ്റോറൻറ്റ് പാനൂർ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടെ വന്നു ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡിൻ്റെ ഒന്നും പിക്സും വീഡിയോ ഒന്നും എടുത്തില്ല, വിശപ്പ് കാരണം. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.